ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഊണിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി വഴുതനങ്ങ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ 3 കുഞ്ഞു വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം വേണമെങ്കിൽ അധികം എടുക്കാം. എന്നിട്ട് ഇത് കഴുകി ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ എൻ്റെ തലയും വാലൊക്കെ കട്ട് ചെയ്ത് എക്സ് മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെക്കണം. ഫുള്ള് കട്ട് ചെയ്യേണ്ട, എക്സ് മാർക്ക് മാത്രം ഏകദേശം നടുക്ക് വരെ കീറി വെക്കുക. എന്നിട്ടിത് എണ്ണ ഒരു പാനിൽ ചൂടാക്കിയിട്ട് നന്നായി ഒന്ന് ഫ്ലിപ്പ് ചെയ്തുമെല്ലാം നന്നായി ഇങ്ങനെ ഒന്ന് വറുത്ത് കോരി വെക്കുക. പിന്നെ ഒരു മിക്സർ ജാറിൽ സവോള ചോപ്പ് ചെയ്തത്, റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. പിന്നെ തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത്, പിന്നെ പുളിവെള്ളം കട്ടിക്കെടുത്തത് ഒരു 3-4 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൊടിയാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് 2 ടീസ്പൂൺ എടുത്ത് നന്നായി ഇതുപോലെ അരച്ചെടുക്കുക. അതെവിടെ ഇരിക്കട്ടെ അരപ്പ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക, ഉഴുന്ന്, പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളിയും പിന്നെ ഒരു 10-11 വെളുത്തുള്ളി മുഴുവനോടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച് വഴുതനങ്ങ ചേർത്ത് അരപ്പൂടെ ചേർക്കുക, ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കണേ. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റോളം എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ദാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കണ്ടോ, നമ്മുടെ അടിപൊളി എണ്ണക്കത്തിരിക്കായ കുളമ്പ്. ഇതാണ് അങ്ങനെ തമിഴ്നാട്ടിൽ വിളിക്കുന്ന പേര്. റെഡിയാണ്. ഇത് ഊണിൻ്റെ കൂടെ കിടു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.